അടുത്തത് ആർട്ടിക്കുലർ സർഫസ് നോക്കാം. സ്കാപ്പുലയും ഹ്യൂമറസും തമ്മിലാണ് മീറ്റ് ചെയ്യുന്നത്. സ്കാപ്പുലയുടെ ഗ്ലീനോയിഡ് പ്രോസസ്സും ഹ്യൂമറസിൻ്റെ ഹെഡുമാണ് മീറ്റിംഗ് പോയിന്റ്സ്. അതുകൊണ്ട് തന്നെ ഗ്ലീനോ ഹ്യൂമറൽ ആർട്ടിക്കുലേഷൻ എന്നും ഈ ജോയിൻറ്റിനെ പറയാം. ഈ പറഞ്ഞ രണ്ട് ടോപ്പിക്സും ക്ലിയർ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഷോൾഡർ ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും? ടിക് ടിക് 1, ടിക് ടിക് 2 ആൻഡ് ടിക് ടിക് 3. സ്ട്രോങ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ തെറ്റിപ്പോയി. ഷോൾഡർ ജോയിൻറ്റ് വീക്ക് ജോയിൻ്റ് ആണ്. ബേസിക് ആയിട്ട് ഓർത്ത് വെച്ചോ, മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറയുമ്പോൾ മൊബിലിറ്റി എവിടെ കൂടുതലുണ്ടോ അത് വീക്കായിരിക്കും, എന്നുവെച്ചാൽ സ്റ്റെബിലിറ്റി അത്രയും കുറവായിരിക്കും. ഷോൾഡർ ജോയിൻറ്റിൻ്റെ കേസിൽ ഗ്ലീനോയിഡ് പ്രോസസ്സ് ഒരു നാരോ സ്ട്രക്ചറാണ്.